ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലേ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ കയ്യിലിരിക്കുന്നുണ്ടെങ്കിലേ ഞാനും കളയണ്ട കേട്ടോ. ഒരു കവറും ചെറിയൊരു പീസ് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഷോപ്പിംഗ് ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു ചെറിയ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഷോപ്പിംഗ് ബാഗ് തയ്ക്കാനായിട്ട് ഞാനിവിടെ തുണീനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കവർ ഇതേപോലെ വെക്കാം കേട്ടോ. അതിന് ശേഷം ഈ ഒരു കവറിൻ്റെ സൈസിൽ നമ്മുടെ തുണീനെയും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കുറച്ച് വലിയ ടൈപ്പിലുള്ള ബാഗാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിലേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു കവറുണ്ടല്ലോ, അത് കുറച്ചും കൂടി വലിപ്പമൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള ഷോപ്പിംഗ് ബാഗ് തയ്ച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കവർ ഇരുന്നിരുന്ന കാരണം ഞാനിപ്പോൾ അത് വെച്ചിട്ടാണ് തയ്ച്ച് കാണിക്കുന്നത്. നമ്മളിതേ താഴ്ഭാഗം സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ തുണി 2 പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കവറിനും ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അപ്പോൾ കവറിനും 2 പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സൈഡൊക്കെ ഇനി കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതേപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ തുണി മടക്കിയിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ കവർ വെച്ച് കഴിഞ്ഞിട്ടേ ആ ഒരു കവറും തുണിയും എല്ലാം കൂടിയിട്ട് നമുക്ക് സൈഡ് ഭാഗം ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്താലും വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കവർ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണിയും 2 പീസ് ഉണ്ട്, കവറും 2 പീസായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മുടെ ഷോപ്പിംഗ് ബാഗിൻ്റെ അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഒരു പീസ് തുണിയും കവറും വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി തയ്ച്ചെടുക്കണം. കൂട്ടി തയ്ക്കണേക്കാൾ മുപ്പാടേ നമ്മുടെ കവറിൻ്റെ മേൽഭാഗത്ത് നമുക്ക് ആ ഒരു പിടുത്തം കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് തുണിയും കവറും വെച്ചിട്ട് ആ ഒരു ഭാഗം ആ ഒരു ഷേപ്പിൽ തന്നെ സൈഡ് ഭാഗത്തോടെ ഒന്ന് തയ്ച്ചെടുക്കാനുണ്ട്. നമുക്കത് കേട്ടോ ഒരു പീസ് തുണിയും കവറും ഞാൻ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് തയ്ച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടേ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തയ്ച്ച് വന്നിട്ട് മുഴുവനാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് തുണി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ആ ഒരു തുണീനെയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. മേൽഭാഗത്ത് ഇതുപോലെ തയ്ക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗങ്ങൾ എത്തുമ്പോഴേ വല്ലാതെ കുത്തി നിർത്താതെ ഇങ്ങനെ തയ്ച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ കുത്തി നിർത്തി തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടില്ല. കറക്റ്റ് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഒരു റൗണ്ട് പോലെ തന്നെ കേട്ടോ, റൗണ്ടിൻ്റെ പകുതി ഭാഗം വരില്ലേ, അതുപോലെ ഇങ്ങനെ വരണം. എന്നാലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ആ ഒരു തുണിയുടെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തുണിയുടെ പീസ് കട്ട് ചെയ്ത് മാറ്റിയാലേ നമ്മൾ ചെയ്യേണ്ടത് കവറിൻ്റെ ഭാഗത്തുകൂടെ നമ്മുടെ തയ്പ്പ് പോയിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ വെട്ട് കൊള്ളാതെ അതിൻ്റെ ആ ഒരു തുണിയും ആ കവറിൻ്റെ ഭാഗത്തുമാണ് കേട്ടോ നമ്മളിതുപോലെ വെട്ടിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് താഴ്ഭാഗത്തെ ആ ഒരു തുണി ഉണ്ടല്ലോ, ഇതുപോലെ ഉള്ളിൽ കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മേൽഭാഗത്ത് ഇതുപോലെ ആ ഒരു തുണി നമുക്ക് ഇതുപോലെ തിരിച്ചിടുമ്പോഴേ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലേ നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒന്നും കൂടി വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിലും വൃത്തിക്കും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പീസും കൂടി ഉണ്ടല്ലോ, കവറും തുണിയും കൂടി നമുക്ക് ഈ ഒരു ഭാഗം വീണ്ടും തയ്ച്ചിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് തുണി കട്ട് ചെയ്ത് കളഞ്ഞ് സൈഡൊക്കെ വെട്ടിട്ട് കൊടുത്ത് നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസും നമ്മളിത് നല്ല രീതിക്ക് തന്നെ വൃത്തിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് ഭാഗങ്ങളൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം തയ്ക്കുമ്പോഴേ വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു തുണിയും കവറും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ തയ്ച്ചെടുക്കുന്നത്. ഒരു പീസിൽ നമ്മൾ ഇതേപോലെ സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആ ഒരു പീസിലും കൂടി സൈഡ് ഭാഗം ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഷോപ്പിംഗ് ബാഗിൻ്റെ 2 പീസിൻ്റെയും സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒപ്പം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഈ ഒരു തുണീനെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാനാണ് പോണത്. ഈ ഒരു 2 പീസേ നമ്മുടെ ആ ഒരു ഷോപ്പിംഗ് ബാഗിൻ്റെ മേൽഭാഗത്ത് ചെറിയൊരു പട്ട വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനെടുത്തിട്ടുള്ള ഈ ഒരു ഷോപ്പിംഗ് ബാഗിൻ്റെ മേൽഭാഗത്തേക്ക് വെക്കാനുള്ള പട്ടയുടെ അളവ് വരുന്നതേ ഒരു 3.5 ഇഞ്ചിലാണ് കേട്ടോ നമ്മളിതിൻ്റെ ആ ഒരു പട്ട എടുത്തിട്ടുള്ളത്. ഈ ഒരു മേൽഭാഗത്ത് കുറച്ചും കൂടി വീതിയിൽ പട്ട തയ്ക്കണം എന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് എന്നുള്ളത് കുറച്ചും കൂടി അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 3.5 ഇഞ്ചിൽ എടുത്തിട്ടുള്ള തുണി പീസ് 2 പീസ് ഉണ്ടല്ലോ, അതിലൊരു പീസ് നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ താഴ്ഭാഗത്ത് കേട്ടോ, അതായത് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇതുപോലെ ഒരു വട്ടം തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് നിന്നിട്ട് മേൽഭാഗത്തേക്ക്, അതായത് നല്ല ഭാഗത്തേക്ക് കേട്ടോ, നമ്മുടെ ബാഗിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് ആ ഒരു പട്ട ഞാൻ തയ്ച്ചെടുക്കുന്നത്. ആദ്യത്തെ തയ്പ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ കേട്ടോ അതിൻ്റെ ആ ഒരു തെറ്റുഭാഗം ഒരു വട്ടം ഉള്ളിലോട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു പീസിനെ ഇതേപോലെ വെക്കുക കേട്ടോ, ചുളിവുകളില്ലാതെ. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്തൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. ആദ്യത്തെ പീസിൽ നമ്മൾ മേൽഭാഗം ഇതേപോലെ പട്ട വെച്ച് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടാമത്തെ തുണിയിൽ നമ്മൾ ഇതേപോലെ വെച്ച് വീണ്ടും തയ്ച്ചെടുക്കണം. നമ്മൾ ആദ്യം ഇതേപോലെ കുറച്ച് മേൽഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് തയ്ച്ചത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നമ്മൾ കാണിക്കുന്നത് ഇനി ഇതേപോലെ വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ. കുറച്ച് നമുക്ക് ആ ഒരു ഹോള് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ അവിടേക്ക് കറക്റ്റ് ആ ഒരു പട്ട വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തയ്ക്കുന്ന പോലെ കുറച്ചും കൂടി മേൽഭാഗത്തേക്ക് കയറിയ തരത്തിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് തുണി കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 2 പീസിലും കൂടുതലുള്ള ആ ഒരു തുണീനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഷോപ്പിംഗ് ബാഗിൻ്റെ മെയിനായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിങ്ങനെ തയ്ക്കുമ്പോഴേ മേൽഭാഗത്ത് ഇതുപോലെ ഒപ്പം വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ താഴ്ഭാഗമൊക്കെയാണ് ആദ്യം തയ്ച്ച് വരണമെന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് എത്തുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് മേൽഭാഗത്ത് നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വന്നിട്ട് താഴ്ഭാഗത്ത് ഇവിടെ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. നമ്മുടെ ബാഗിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും താഴ്ഭാഗത്തെ ഈ ഒരു മൂലവശം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തെ നമ്മുടെ ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് കറക്റ്റ് ഈ ഒരു ഭാഗം ഇതേ ഷേപ്പാക്കി പിടിക്കുക കേട്ടോ. ഇതേ ഷേപ്പാക്കി പിടിച്ചതിൻ്റെ ശേഷം ആ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അതേപോലെ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം കൂടി ഇതേ രീതിയിൽ തന്നെ കൈ വെച്ചിട്ടൊന്ന് കറക്റ്റ് പിടിക്കുക, സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുത്താലേ നമ്മുടെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ബാഗ് പോലെ തന്നെ താഴ്ഭാഗം നല്ല ഭംഗിയിൽ നിൽക്കും. സാധാരണ വെറുതെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തലോണ കവറൊക്കെ തയ്ക്കില്ലേ, അതേ രീതിയിലാണ് നിൽക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴ്ഭാഗം ഇതുപോലെ തയ്ച്ചെടുക്കണത്. അപ്പോൾ ഒന്ന് തയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ സൈഡ് ഭാഗം ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മളത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയതിൻ്റെ സൈഡ് ഭാഗം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ബാഗ് ചെറുതാണെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. സാധാരണ നമ്മുടെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഈ കവറൊക്കെ കൊണ്ടുപോയാലേ നമുക്ക് ഒരുപാട് കുറച്ച് വെയിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ കീറി വരും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ബാഗ് തയ്ച്ചത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റിയ
അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. പിന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.